നമസ്കാരം. തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിക്കുന്നത്. പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് സുരേഷ് ഗോപി എം പി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മരിച്ചവരെ കൊണ്ടുപോലും വോട്ട് ചെയ്യിപ്പിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചത്. അവരാണ് തനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇടുക്കിയിൽ കലിംഗ് സദസ്സിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചത്. സംസ്ഥാനത്ത് ഡബിൾ എഞ്ചിൻ സർക്കാർ ആവശ്യമാണെന്ന് സുരേഷ് ഗോപി പറയുകയാണ്. ഈ കലിംഗ് സദസ്സിന്റെ ഉദ്ദേശം തെരഞ്ഞെടുപ്പല്ല എന്നും, എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സംഗമത്തെ അവർ ഭയപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇനിയും കലിംഗ് സദസ്സ് തുടർന്നുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ 8 പഞ്ചായത്തിലെങ്കിലും താൻ വരണമെന്നാണ് ആളുകൾ പറയുന്നത്. ഇവിടെ നിന്നാൽ ഇയാൾക്ക് ഡൽഹിയിൽ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കും. ഡൽഹിയിൽ പോയാൽ ചോദിക്കും നാട്ടിൽ കാണാൻ ഇല്ലല്ലോ എന്ന്. സിനിമയിൽ അഭിനയിച്ചാൽ അയാൾക്ക് ഇതാണ് നല്ല പണിയെന്ന് പറയും. ഇത് പറയുന്നവർക്ക് എന്ത് മൂല്യമുണ്ടെന്നും എന്തോ ജന്മോദ്ദേശമുണ്ടെന്നും സുരേഷ് ഗോപി പറയുകയാണ്. രാഷ്ട്രീയ സേവകൻ എന്ന നിലയിൽ പൂർണ്ണനാണെന്ന് പറയുന്നില്ല, എന്നാൽ പറ്റാവുന്നതെല്ലാം താൻ ചെയ്യുമെന്നും തൃശൂർകാർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. തൃശൂരിലെ മറ്റ് എം പിയേക്കാൾ വികസനം കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. അത് ചെയ്തിരിക്കുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. കെ കരുണാകരനും രാജഗോപാലും കേരളത്തെ അനുഗ്രഹിച്ച പോലെ ഒരു രാഷ്ട്രീയക്കാരനും ഭരണത്തിലേക്ക് എത്തി പ്രവർത്തിച്ചിട്ടില്ല. കരുണാകരൻ സാർ എന്റെ രാഷ്ട്രീയക്കാരനല്ല, എന്നാൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ കാണാതിരിക്കരുത്. രാഷ്ട്രീയത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തവരെ തള്ളിപ്പറയില്ല. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ നെഞ്ചിലേറ്റി ലാളിക്കുന്നത്. മൻമോഹൻ സിംഗ് നല്ല ധനകാര്യ മന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധി ഉരുക്ക് വനിതയാണ് എന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കളങ്കമുണ്ടായിട്ടുണ്ട്, അതിന് താൻ എതിർത്തിട്ടുമുണ്ട്. ഒരു മന്ത്രിയല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് തന്നെ കിട്ടുമായിരുന്നു എന്ന് തന്നെ സുരേഷ് ഗോപി പറയുകയാണ്. മാത്രമല്ല, തമിഴ്നാട്ടിലേക്ക് എയിംസ് കൊണ്ടുപോകുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും തൃശ്ശൂരിൽ എയിംസ് തരില്ലെന്ന് പറയുന്ന കേരള സർക്കാർ നിലപാട് ദുഷ്ടലാക്കാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. തൃശ്ശൂരിന് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിന് കൊടുത്തോളൂ എന്ന് താൻ പറഞ്ഞതാണ് വളച്ചൊടിച്ച് ഇങ്ങനൊരു നുണ എഴുന്നള്ളിച്ചത്. എയിംസ് ആലപ്പുഴയിൽ തന്നെ വേണമെന്നും ഇത് 10 വർഷമായുള്ള ആവശ്യമാണ് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്.